താളത്തിലെത്തുന്ന പള്ളിയോടങ്ങൾ. പാടി ചോദിച്ചാൽ ഇലയിലെത്തും 64 കൂട്ടം വിഭവങ്ങൾ. രുചിപ്പെരുമയും ഭക്തജന സാന്നിധ്യവും കൊണ്ട് കീർത്തി കേട്ട ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യ. കർക്കിടകം 15 മുതൽ കന്നി 15 വരെയാണ് അഭീഷ്ടസിദ്ധിക്കായി ഈ വഴിപാട് നടത്തപ്പെടുന്നത്. ഇലയിൽ വിളമ്പുന്ന 44 രുചികൾക്ക് പുറമെ വഞ്ചിപ്പാട്ട് പാടി ചോദിച്ചു വാങ്ങുന്ന 20 വിഭവങ്ങളും വള്ളസദ്യയുടെ പ്രത്യേകതയാണ്. തിരുവോണത്തോണിക്ക് അകമ്പടിയായി എത്തുന്ന പള്ളിയോടക്കാർക്കായുള്ള വഴിപാടായാണ് വള്ളസദ്യ നടത്തുന്നത്. വഴിപാട് സമർപ്പിച്ചാൽ പള്ളിയോടക്കരയിൽ നിന്നും അനുവാദം വാങ്ങിയാണ് സദ്യയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങുക. വള്ളസദ്യ വഴിപാട് നടത്തുന്ന ഭക്തൻ രാവിലെ ആറന്മുള ക്ഷേത്രത്തിലെത്തി കൊടിമര ചുവട്ടിൽ നിറപറ സമർപ്പിക്കുന്നതോടെ വള്ളസദ്യ ചടങ്ങുകൾ തുടങ്ങും. ഒരു പറ ദേവനും ഒരു പറ പള്ളിയോടത്തിനും എന്നാണ് സങ്കല്പം. ശ്രീകോവിലിൽ നിന്നും പൂജിച്ചു നൽകുന്ന മാലയും വെറ്റിലയുമായി പള്ളിയോട കടവിലെത്തി പള്ളിയോടത്തെ ക്ഷേത്രത്തിലേക്ക് യാത്രയാക്കണം. വഞ്ചിപ്പാട്ടുകൾ പാടി ക്ഷേത്രത്തിലെത്തുന്ന ഈ പള്ളിയോടത്തെ അഷ്ടമംഗല്യം, താലപ്പൊലി, മുത്തുക്കുട വാദ്യമേളത്തോടെ സ്വീകരിക്കും. തുടർന്ന് വള്ളക്കാർ വഞ്ചിപ്പാട്ടോടെ കൊടിമര ചുവട്ടിൽ പറയിട്ട സ്ഥലത്തെത്തി മുത്തുകുടയും തുഴയും ദേവന് നടക്കൽ വയ്ക്കും. ഇതിനുശേഷമാണ് ഊട്ടുപുരയിൽ വള്ളക്കാർക്കുള്ള വള്ളസദ്യ. വള്ളപ്പാട്ടിലൂടെയാണ് തുഴക്കാർ സദ്യയുടെ വിഭവങ്ങൾ ആവശ്യപ്പെടുന്നത്. വള്ളപ്പാട്ടിന്റെ താളത്തിൽ ചോദിക്കുന്ന ഒരു വിഭവവും ഇല്ല എന്ന് പറയാതെ ഉടനടി വിളമ്പണമെന്നാണ് ചടങ്ങ്. ഇനം കറികൾ ഉൾപ്പെടുന്ന വിഭവസമൃദ്ധമായ സദ്യയാണ് ആറന്മുള വള്ളസദ്യയിൽ വിളമ്പുക. വള്ളസദ്യ വിളമ്പുന്നതിനും ഉണ്ണുന്നതിനും ക്രമവും ചിട്ടകളുമുണ്ട്. തൊട്ടുകൂട്ടുന്ന കറികൾ, കൂട്ടുകറികൾ, ചാറുകറികൾ എന്നിങ്ങനെ 3 വിഭാഗമായാണ് വള്ളസദ്യയുടെ കറികൾ. സദ്യയ്ക്ക് ശേഷം കൊടിമര ചുവട്ടിൽ പറ തളിച്ച് കരക്കാർ അനുഗ്രഹിക്കുന്നതോടെ വള്ളസദ്യ ചടങ്ങുകൾ അവസാനിക്കും.